ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലുള്ള പോർട്ട്ഫോളിയോ അനാലിസിസാണ് നമ്മൾ പഠിക്കാൻ പോണത്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സുകൾ, എന്താണ് അതിൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ, അങ്ങനെയുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ അനാലിസിസാണ് പഠിക്കാനുള്ളത്. ഓക്കെ, പോർട്ട്ഫോളിയോ അനാലിസിസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് മുന്നേ. അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണതിനാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയാം. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ വാല്യൂ, അതിൻ്റെ റിട്ടേൺ എന്താണെന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ റിസ്ക് എന്താണെന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യണം. അതാണല്ലോ അനാലിസിസ് എന്ന് പറയണത്. ഓക്കെ, റിട്ടേൺ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യുക, പിന്നെ അതിൻ്റെ റിസ്ക് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ 2-3 പോർട്ട്ഫോളിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേണും റിസ്ക്കും ഒക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏതാ നല്ല പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക. പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ ഈസ് കോൾഡ് ആസ് പോർട്ട്ഫോളിയോ അനാലിസിസ്. പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക്കും റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നമ്മളെ കയ്യിലുള്ള പൈസക്ക് നമുക്ക് പിന്നെ ലാർജ് നമ്പർ ഓഫ് എത്ര പോർട്ട്ഫോളിയോസും ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓരോന്നിലും ഇടുന്ന ഓരോ സെക്യൂരിറ്റിയിലും അല്ലെങ്കിൽ അസറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ പിന്നെ റേഷ്യോ അങ്ങനെ മാറ്റി കൊടുത്താൽ മതി, അതിലുള്ള എമൗണ്ട് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ 1000 ഉറുപ്പ്യ ഉണ്ട്, ഒരു 3 സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡിഫറെൻറ്റ് റേഷ്യോസിൽ 1000 ഉറുപ്പ്യ നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാനോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ പോസിബിളായിട്ടുള്ള പോർട്ട്ഫോളിയോസുകളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പിന്നെ അതിൻ്റെ റിട്ടേണും അതിൻ്റെ റിസ്ക്കും, എക്സ്പെക്റ്റഡ് റിട്ടേണും അതിൻ്റെ റിസ്ക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയാം, അനാലിസിസ് എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ ഈസ് കോൾഡ് ആസ് പോർട്ട്ഫോളിയോ അനാലിസിസ്. ഇനി അതിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത്. അത് കഴിഞ്ഞ ശേഷം റിസ്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാൻ. പിന്നെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാറ്റേഴ്സും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, ഇറ്റ് ഈസ് ദി ആവറേജ് ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഓൺ ദി ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് വിച്ച് കംപ്രൈസസ് ദ പോർട്ട്ഫോളിയോ. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ള അപ്പോൾ ഒരു 3 സെക്യൂരിറ്റീൻ്റെയും സെപ്പറേറ്റ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ആവറേജ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സെക്യൂരിറ്റിയിലും ഈക്വലായിട്ടായിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യണത്, ഡിഫറെൻറ്റ് റേഷ്യോയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ എത്രയാണോ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ റേഷ്യോ, ഇപ്പോൾ 50% ഫസ്റ്റത്തേലെങ്കിൽ 50% എന്നുള്ളത്, രണ്ടാമത്തേൽ 25% ആണെങ്കിൽ 25% എന്നുള്ളത്, മൂന്നാമത്തേൽ 25% ആണെങ്കിൽ 25% എന്നുള്ളത്, ആ ശതമാനം കൊണ്ട് നമ്മൾ അതിൻ്റെ ആ റിട്ടേൺ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിൾ ആവറേജ് അല്ല എടുക്കേണ്ടത്, നമ്മൾ അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ റേഷ്യോയും കൂടെ പരിഗണിച്ചുകൊണ്ട് ആ റേഷ്യോ ഒക്കെ നമ്മൾ വെയിറ്റ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ വെയിറ്റഡ് ആവറേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വെയ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വെയ്റ്റ്സ് റിഫ്ലക്റ്റ് ദ പ്രപ്പോർഷൻ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഈച്ച് സെക്യൂരിറ്റി. ഓക്കെ, അപ്പോൾ അതിൽ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും എന്നറിയാം. നമുക്കിപ്പോൾ 2 സെക്യൂരിറ്റി ഉള്ളതെങ്കിൽ X1ഉം X2 2 സെക്യൂരിറ്റി ഉള്ളത്. അപ്പോൾ ആ 2 സെക്യൂരിറ്റിൻ്റെയും റിട്ടേൺസ് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് X1 ബാർ X2 ബാർ, അങ്ങനെ 2 സെക്യൂരിറ്റിൻ്റെയും റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ പ്രപ്പോർഷൻ വെച്ചിട്ട് ആ പ്രപ്പോർഷൻ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒന്നാമത്തെ സെക്യൂരിറ്റിയിൽ 75% ആണെങ്കിൽ X1 ബാർ ഇൻറ്റു 0.75, 75% ആണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്, പ്ലസ് X2 ബാർ ഇൻറ്റു 0.25, പിന്നെ 25% ബാക്കിയുള്ളൂ. അതതിന് അങ്ങനെ അത് രണ്ടും അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിന് രണ്ടിൻ്റെയും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കാൽക്കുലേറ്റ് ചെയ്യാനെന്ന് അർത്ഥം. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ദർ ആർ 2 സെക്യൂരിറ്റീസ്, 2 സെക്യൂരിറ്റീസ് ആണുള്ളത്, A and B ഇൻ പോർട്ട്ഫോളിയോ വിത്ത് എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓരോന്നിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 20%, പിന്നെ രണ്ടാമത്തേൻ്റെ 30% റെസ്പെക്റ്റീവ്ലി. ടോട്ടൽ ഫണ്ട് ഇൻവെസ്റ്റഡ് ബിറ്റ്വീൻ A and
ബി ഈസ് 40% ആൻഡ് 60%. എയിൽ 40%, ബിയിൽ 60%. നമ്മൾ ആകെ ഫണ്ടിൻ്റെ 40% ആയാലും ആകെ ഫണ്ടിൻ്റെ 60% ബിയിലുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 20% റിട്ടേൺ കിട്ടും, ബിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30% റിട്ടേൺ കിട്ടും. കമ്പ്യൂട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമ്മളിപ്പോൾ എൻ്റെയും ബീൻ്റെയും നമുക്ക് സെപ്പറേറ്റ് എന്ത് തന്നിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി, അത്രയും അതിനകത്ത് ചെയ്യാനുള്ളൂ. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് എ എന്ന് പറയുന്നത് 20 × 0.4, 40%ആണല്ലോ അതിൻ്റെ വെയിറ്റ്. അപ്പം ഈ 20 എന്നുള്ളത് നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും നമ്മൾ 20 മുഴുവനായിട്ട് എടുക്കണം, 0.2 എടുത്താൽ പോരാ. കാരണം നിങ്ങൾ 0.2 എടുത്ത് വെച്ചിട്ട് ഉത്തരം തെറ്റിയുണ്ടല്ലോ, പക്ഷേ അവസാനം നമ്മൾ പിന്നെ അതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യേണ്ടി വരും, അപ്പോഴേ ശരിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം അങ്ങനെ ചെയ്യേണ്ട. ആദ്യം എന്ത് ചെയ്യുക, 20% എന്നുള്ളത് 20 തന്നെ എടുക്കുക, പോർട്ട്ഫോളിയോയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. 20, പിന്നെ അതിൻ്റെ വെയിറ്റ് 40% എന്നുള്ളതിന് 0.4. അപ്പോൾ 20 × 0.4 = 8. അപ്പോൾ നമ്മളുടെ ആകെ റിട്ടേണിൻ്റെ 8 ഉറുപ്പ്യ എവിടുന്നാണ് വരുന്നത്, നമുക്ക് 8 ഉറുപ്പ്യ വരുന്നത്, പിന്നെ ഇതിന് 8% വരുന്നത് ഇതിൻ്റെ അകത്തുനിന്നാണ്, എൻ്റെ അകത്തുനിന്നാണ്. പിന്നെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ബീൻ്റെത് 30% × 0.6, അത് നമുക്ക് 18 എന്ന് വരും. അപ്പോൾ ടോട്ടൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ 8 + 18 = 26%. മനസ്സിലായല്ലോ? ടോട്ടൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ വരുന്നത് 26%. അപ്പോൾ നിങ്ങൾ ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് എ എന്നുണ്ടല്ലോ, അത് 20% എന്നുള്ളതിന് പകരം നിങ്ങൾ അവിടെ 0.2 എടുത്തത് എങ്കിൽ 0.2 × 0.4 നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അവസാനത്തെ ഉത്തരം കിട്ടൽ എന്തായിരിക്കും എന്ന് പറയാം, 0.26 എന്നായിരിക്കും നിങ്ങൾക്ക്. കാരണം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് എ എന്നുള്ളതിന് 0.8 എന്നും പിന്നെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് ബി എന്നുള്ളതിന് 0.18 നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ 0.8 + 0.18 എന്നാണ് കിട്ടുക. അപ്പോൾ അത് എത്ര ആയിരിക്കും, 0.26 എന്നായിരിക്കും. അപ്പോൾ 0.26 എന്ന് പറഞ്ഞാൽ 26% എന്നാണല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് 20 പിന്നെ 30 ഡയറക്റ്റായിട്ട് എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് 26 എന്ന് കിട്ടിയത്. അപ്പോൾ പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ 26% എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആയല്ലോ? അതാണെന്ത് പിന്നെ അതിൻ്റെ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26% ആണ്. ഇനി അതിൻ്റെ അകത്ത് ഒരു ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കുക. ഈ ചോദ്യം കൂടെ നോക്കുക. എന്താണെന്നറിയോ, എ പോർട്ട്ഫോളിയോ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് 4 സെക്യൂരിറ്റീസ്, 4 സെക്യൂരിറ്റീസ് ഉണ്ട്, ഹാവിങ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നറിയോ, ABCD 4 സെക്യൂരിറ്റി, റിട്ടേൺ 17.5%, 24.8%, 15.7%, 21.3%. അതിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 15%, 20%, 40%, 15%. ഒക്കെ കൂടി കൂട്ടി ഞങ്ങൾക്ക് 100% എന്ന് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ റിട്ടേണിൻ്റെ പെർസെൻറ്റേജിനെ പ്രൊപ്പോർഷൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. X1 ബാർ ഇൻറ്റു പിന്നെ W1 + X2 ബാർ ഇൻറ്റു W2 + X3 ബാർ ഇൻറ്റു W3 + X4 ബാർ ഇൻറ്റു W4. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല നിങ്ങൾ ചെയ്തേ, ഇതവിടെ ചെയ്ത് വെച്ചാൽ കണ്ടല്ലോ. ആ ചെയ്തത് അതുപോലെയാണ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, ഇതതുപോലെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഫൈനൽ ഉത്തരം കിട്ടുക അതാണ് 19.085%. അതാണ് പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻസ് 1-2 ചെയ്ത് വെക്കുക. പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും പിന്നെ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റിസ്ക്കും ഏകദേശം പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.